കാലവർഷം കേരളത്തിലെത്തി. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 14 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യ തെക്കൻ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുമുണ്ട്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. അലക്സ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കനത്ത മഴയുണ്ടായിരുന്നു. കൊച്ചിയിൽ അതൊരു ലഘുമേഘ വിസ്ഫോടനമാണ് ആയ പ്രതിഭാസമാണ് എന്ന വിലയിരുത്തലുണ്ടായി. ഇനിയിപ്പോൾ കാലവർഷം എത്തുന്നു. ഇടവപ്പാതി മഴയുടെ കാലമാണല്ലോ ഇനി കേരളത്തിൽ. എന്ന് മുതലാണ് കാലവർഷം എത്തിയെന്നാണോ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്? എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് വന്നിരിക്കുന്നത്? ഗോപി, പ്രതീക്ഷിച്ചതിനും ഒരു ദിവസം മുമ്പേ കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ എത്തിയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരുന്നത് മെയ് 31-ന് കേരളത്തിൽ കാലവർഷം എത്തിച്ചേരുമെന്നായിരുന്നു. പക്ഷേ ഇന്ന് കാലവർഷം കേരളത്തിൽ എത്തിയതായി ഔദ്യോഗികമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ കണ്ണൂർ വരെ കാലവർഷം വ്യാപിച്ചതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം, അതായത് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരുന്നത് കാലവർഷം ഇത്തവണ പതിവിലും കൂടുതലായിരിക്കും, സാധാരണയിൽ കൂടുതലായിരിക്കും കേരളത്തിലും രാജ്യത്ത് പൊതുവെ മഴ ലഭിക്കുന്നതെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ആദ്യഘട്ട പ്രവചനം. അത് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ കാലവർഷ സമാനമായ മഴയാണ്. അത് കാലവർഷത്തിന്റെ വരവിന് അനുബന്ധമായുള്ള മഴയായി തന്നെ കാലാവസ്ഥാ വിദഗ്ധർ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. തെക്കുകിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെ ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ മധ്യ കേരളത്തിലും ഒപ്പം തീരമേഖലയിലും ഇടനാടുകളിലും മഴ വ്യാപിക്കാനുള്ള സാധ്യത, ശക്തിപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുവെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഇന്ന് മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇന്ന് മുഴുവൻ ജില്ലകളിലും നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ മധ്യ കേരളത്തിൽ മഴ കനക്കും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. മധ്യ കേരളത്തിലെ 3 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ഇത്തരത്തിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നത്. ആ 3 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 10 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ, 11 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ലഭിക്കാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കാണുന്നത്. ബാക്കി 11 ജില്ലകളിലും ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെ മുതൽ തിങ്കളാഴ്ച വരെ തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജാഗ്രത തുടരേണ്ട സമയം തന്നെയാണ് എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട്. കാരണം മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ ചില ജില്ലകൾ, അത് ആലപ്പുഴ, കോട്ടയം, എറണാകുളം തുടങ്ങിയ ചില ജില്ലകളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി കാര്യമായി മഴയുണ്ട്. ആ മേഖലയിലൊക്കെ വെള്ളക്കെട്ടിനും വെള്ളപ്പൊക്കത്തിനും ഒക്കെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം മലയോര മേഖലയിൽ പെയ്ത മഴ, കിഴക്കൻ മലയോര മേഖലയിൽ പെയ്ത മഴവെള്ളം അത് താഴേക്കായിരിക്കും ഇറക്കുക. അങ്ങനെ വെള്ളക്കെട്ടിനൊക്കെ സാധ്യതയുണ്ട്. വീണ്ടും മഴ കനക്കാനുള്ള സാധ്യത മലയോര മേഖലയിൽ ഉണ്ട് താനും. അതിനാൽ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ്. ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കേരള തീരത്തും ഒപ്പം ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കാരണം അറബിക്കടലിൽ ഈ ചക്രവാത ചുഴിയുടെ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ ശക്തമായ കാറ്റ്, മണിക്കൂറിൽ പരമാവധി 55 കിലോമീറ്റർ വരെ വേഗതയിലൊക്കെ വീശിയടിച്ചേക്കാവുന്ന കാറ്റിന് കടലിൽ സാധ്യതയുള്ളത് കൊണ്ട് മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം തീരദേശവാസികൾ കൂടി ഇഘട്ടത്തിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ശരി, തീരദേശവാസികൾ പ്രത്യേകം ജാഗ്രത പുലർത്തണം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലും കടുത്ത ജാഗ്രത ആവശ്യമാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെ എല്ലായിടത്തും ശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. പ്രതീക്ഷിച്ചതിലും നേരത്തെ കേരളത്തിൽ കാലവർഷം എത്തിയിരിക്കുന്നു. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.